السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഒരു മുസ്ലിമിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അനേകം ഗുണങ്ങളുണ്ട്. അവന്റെ വിശ്വാസം, കർമ്മം, സ്വഭാവം, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ പ്രത്യേകതകളും ഉള്ളവനായിരിക്കണം ഒരു മുസ്ലിം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം അദബുകൾ, മര്യാദകൾ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മര്യാദകൾ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഊറ്റിക്കൊടുക്കേണ്ട അവകാശങ്ങൾ, നമ്മുടെ മേലുള്ള ബാധ്യതകൾ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ വിഷയത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് അൽ അദബുൽ മുഫ്റദ് എന്ന് പറയുന്നത്. അൽ അദബുൽ മുഫ്റദ് വിശുദ്ധ ഖുർആനിന് ശേഷം ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഏറ്റവും സഹീഹായ ഹദീസ് കിതാബായ സഹീഹുൽ ബുഖാരി, അത് ക്രോഡീകരിച്ച ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് തന്നെയാണ് അൽ അദബുൽ മുഫ്റദ് എന്ന ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുള്ളത്. അല്ലാഹുമായി ബന്ധപ്പെട്ട അദബ്, അവരുടെ റസൂലുമായി ബന്ധപ്പെട്ട അദബ്, മാതാപിതാക്കളോട്, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ബന്ധുക്കളോട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളത്, യതീമിനോട്, അതുപോലെ തന്നെ ഒരാളുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഹദീസുകളെ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്റദ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചതിൽ ധാരാളം ളഈഫായ ഹദീസുകളും ഈ കിതാബിലുണ്ട്. അഥവാ അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിൽ ളഈഫായ ഹദീസുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത്, അടുത്ത കാലത്തായി മരണപ്പെട്ട മുഹദ്ദിസ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിനെ അതിൽ ളഈഫായ ഹദീസുകളെ ഒഴിവാക്കിക്കൊണ്ട് സഹീഹായത് മാത്രം ക്രോഡീകരിച്ച് ആ കിതാബിനെ ക്രോഡീകരിച്ച കിതാബിനാണ് സഹീഹുൽ അദബുൽ മുഫ്റദ് എന്ന് പറയുന്നത്. സഹീഹുൽ അദബുൽ മുഫ്റദ് എന്ന് പറയുന്നത് അഥവാ ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്റദ് എന്ന കിതാബിലെ സഹീഹായ ഹദീസുകൾ മാത്രം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മളിവിടെ ആരംഭിക്കുന്ന കിതാബ് ഗ്രന്ഥം ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദബുൽ മുഫ്റദ് എന്ന ഇമാം ബുഖാരിയുടെ കിതാബിൽ നിന്ന് എടുത്ത് ക്രോഡീകരിച്ച സഹീഹുൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിനെ ആസ്പദമാക്കിയിട്ടുള്ള ദർസുകളാണ് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഹദീസുകളാണ്. ഓരോ ഹദീസുകളും അതിൽ നിന്ന് നമുക്കുണ്ടായിരിക്കേണ്ട മര്യാദകളും അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ബാബുകളായിട്ട്, അഥവാ ഒരു കിതാബിനെ വ്യത്യസ്ത ഭാഗങ്ങളായി ക്രോഡീകരിച്ചിട്ടാണ് ഈ ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ളത്. 1000 ചില്ലാനം ഹദീസുകൾ ഈ കിതാബിലുണ്ട്. ഇതിൽ മാതാപിതാക്കളുമായിട്ടുള്ളത്, കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ അയൽവാസികൾ, യതീമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരാളുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, അതുപോലെ അതിഥികളെ സൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ദുനിയവിയായിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങൾ, എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആവശ്യമായിട്ടുള്ള ഈ സ്വഭാവങ്ങളും മര്യാദകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കിതാബിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ബാബ് ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ
ഒന്നാമത്തെ ബാബിന് കൊടുത്തിട്ടുള്ള തലക്കെട്ടായിട്ട് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നാം മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുന്നു അവരുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉത്തമമായിട്ട് പെരുമാറണമെന്ന് നാം വസിയത്ത് നൽകിയിരിക്കുന്നു എന്നാണ് ബാബിന്റെ പേര്. ഇതിൽ ഒന്നാമത് കൊടുത്ത ഹദീസ് വായിക്കാം, എന്നിട്ട് അതിന്റെ ഭാഗങ്ങളെ വിശദീകരിക്കാം. അൻ അബീ അംർ الشيباني رحمه الله قال حدثنا صاحب هذه الدار وأومأ بيده إلى دار عبد الله. അബീ അംർ الشيباني رحمه الله അദ്ദേഹം ഒരിക്കൽ ഉദ്ധരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരു വീട് കാണിച്ചിട്ട് പറഞ്ഞു, ഈ വീടിന്റെ ഉടമസ്ഥൻ, ഇതിന്റെ ഉടമസ്ഥൻ ആരാണോ എന്നോട് ഉദ്ധരിക്കുകയുണ്ടായിട്ടുണ്ട്, ഞങ്ങളോട് ഉദ്ധരിക്കുകയുണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് പറഞ്ഞു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, ഏത് അമലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഖുൽതു സുമ്മ അയ്, പിന്നെ വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? ഖാല സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ പറഞ്ഞു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ഖുൽതു സുമ്മ അയ്, പിന്നെ ചോദിച്ചു, പിന്നെയും ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പിന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസനി ബിഹിന്ന, ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു, ലൗ തസത്തുഹു ലസാദനി, ഇനിയും കൂടുതൽ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ കൂടുതലായി ഇനിയും എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ കിതാബിലെ ആദ്യത്തെ ബാബ് ആരംഭിക്കുന്നത് മാതാപിതാക്കളോട് ഒരു മനുഷ്യൻ കാണിക്കേണ്ട കടമകൾ അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഇവയെ പരാമർശിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ കിതാബിലെ ആദ്യത്തെ ബാബ് എഴുതിയിട്ടുള്ളത്. ആ ബാബിന്റെ തലക്കെട്ടായിട്ട് നൽകിയിട്ടുള്ളത് ഖുർആനിലെ ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് പിന്നെ ഇഹ്സാൻ ചെയ്യാൻ, നന്മ ചെയ്യാൻ മക്കളോട് അഥവാ മനുഷ്യരോട് എന്ത് ചെയ്തിരിക്കുന്നു? ഉപദേശിച്ചിരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, മാതാപിതാക്കൾ എന്നത് നമ്മൾ ഇവിടെ ഉണ്ടാകാൻ ഭൗതികമായിട്ടുള്ള കാരണമാണ് മാതാപിതാക്കൾ എന്നുള്ളത്. ആ മാതാപിതാക്കൾ ഏതൊരു മനുഷ്യന്റെയും, നമ്മുടെ ഓരോരുത്തരുടെയും തന്നെ നമ്മുടെ വളർച്ചയിലും നമ്മുടെ വുജൂദിലും, നാം ഉണ്ടായതിലും നമ്മുടെ വളർച്ചയിലുമെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യഖൂലു തആല ആമിറൻ ഇബാദഹു ബിൽ ഇഹ്സാൻ ഇലൽ വാലിദൈനി ബഅദ അൽ ഹസ്സി അല തമസ്സുക് ബിതൗഹീദിഹി, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന കാര്യം മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യാനാണ്. ഫഇന്നൽ വാലിദൈനി ഹുമാ സബബു വുജൂദിൽ ഇൻസാൻ, കാരണം മാതാപിതാക്കൾ എന്നത് ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകാനുള്ള കാരണമാണ്. വലഹുമാ അലൈഹി ഗായത്തുൽ ഇഹ്സാൻ, അതുകൊണ്ട് തന്നെ അവരോട് ഏറ്റവും വലിയ നന്മ ചെയ്യേണ്ടതുണ്ട്. ഫൽവാലിദു ബിൽ ഇൻഫാഖ് വൽവാലിദതു ബിൽ ഇഷ്ഫാഖ്, ഉപ്പാനോടും ഉമ്മാനോടും അവർക്ക് ആവശ്യമായത് ചെലവഴിച്ചും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുമെല്ലാം അവരോട് എന്ത് കാണിക്കണം? പിന്നെ ഇഹ്സാൻ, നന്മ കാണിക്കണം. ഇനി ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം തഫ്സീറുകളിൽ കൊടുത്തത് കാണാം. ഈ ആയത്ത് ഇറങ്ങിയത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. എന്താണ് സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തഫ്സീറുകളിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അന്നഹു നസലത് ഫീഹി ആയത്തുൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അഥവാ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണമെന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഹലഫത് ഉമ്മു സഅദ് അല്ലാ തുകല്ലിമഹു അബദൻ ഹത്താ യക്ഫുറ ബിദീനിഹി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മ എന്തല്ല, മുസ്ലിം ആയിട്ടില്ല.
അപ്പൊ ഈ ആയത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മാനോട് മാതാപിതാക്കളോടെല്ലാം ഇഹ്സാൻ ചെയ്യണമെന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എന്ത് ചെയ്തു എന്നാൽ സത്യം ചെയ്തു പറഞ്ഞു, സഅദ് ബിൻ അബീ വഖാസ് ദീനിൽ കുഫ്ർ കാണിക്കുന്നത് വരെ, അഥവാ ഇസ്ലാം വിട്ട് വരുന്നത് വരെ വലാ തഅകുൽ വലാ തശ്റബ്, അവർ തിന്നുകയില്ല ഭക്ഷിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു അവർ زعمت أن الله وصاك بوالديك. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സഅദ് ബിൻ അബീ വഖാസിനോട് പറഞ്ഞു, നിന്റെ റബ്ബ് അതാ എന്ത് പറഞ്ഞിരിക്കുന്നു, വസിയത്ത് ചെയ്തിരിക്കുന്നു മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന്. എന്നിട്ട് പറഞ്ഞു വഅന ഉമ്മുക, ഞാൻ നിന്റെ ഉമ്മയാണ്. വഅന ആമുറുക ബിഹാദാ, ഞാനിതാ നിന്നോട് കൽപ്പിക്കുകയാണ്. ഖാല മക്കസ്തു, എന്താണ് ഈ ദീൻ വിട്ട് വരുന്നത്? എന്നിട്ട് പറയാണ് മക്കസത് സലാസൻ ഹത്താ ഗുശിയത് അലൈഹാ മിനൽ ജഹ്ദ്, 3 ദിവസം അവര് ഭക്ഷിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. അങ്ങനെ അവർ ബോധം കെട്ടു പോകുന്ന അവസ്ഥയായി. ഫഖാമ ഇബ്നുൻ ലഹാ യുഖാലു ഉമാറത്ത് ഫസഖാഹാ, വേറൊരു മകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നു. ഫജഅലത് തദ്ഉ അലാ സഅദ്, അവർ പറഞ്ഞു സഅദിനെ വിളിച്ചു വരാൻ പറഞ്ഞു. സഅദ് ബിൻ അബീ വഖാസിനെ വിളിച്ചു വരാൻ പറഞ്ഞു. فأنزل الله عز وجل في القرآن هذه الآية. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില ആയത്തുകൾ ഇറക്കിയത്. ഒന്ന് സൂറത്തുൽ അൻകബൂത്തിലെ വസൈനൽ ഇൻസാന ബിവാലിദിഹി ഹുസ്ന അത് ഇറക്കിയത്. പിന്നെ ഇറക്കി സൂറത്തുൽ ലുഖ്മാനിലെ 15ാമത്തെ ആയത്ത്. എന്താണത്? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, എന്നിൽ നിനക്ക് പിന്നെ യാതൊരു അറിവുമില്ലാത്ത ഒന്നിനെ പങ്കു ചേർക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ അവരോട് നീ അനുസരിക്കേണ്ട, അവരെ നീ അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞു വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ നീ നിൽക്കണമെന്നായിട്ട്. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയൊക്കെ ആയാലും നിങ്ങളുടെ റൂഹ് ഒരുപാട് ഉണ്ടായിട്ട് നിങ്ങൾ എന്റെ മുമ്പിൽ മരണപ്പെട്ടു പോയാലും ഞാൻ എന്താവില്ല, ഈ ദീനിൽ നിന്ന് മാറില്ല എന്നുള്ളത്. അഥവാ മനസ്സിലാക്കേണ്ട കാര്യം, മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ തന്നെ അത് എന്തിന്റെ വിഷയത്തിലില്ല, അള്ളാഹുവിന് പങ്കു ചേർക്കാൻ പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാൾക്കും എന്തില്ല, അനുസരണമില്ല. അതല്ലാത്ത എന്തെല്ലാം മേഖലകളുണ്ടോ അതിനെല്ലാം മാതാപിതാക്കളോട് നന്മ ചെയ്യണം, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്ന് അറിയിക്കുന്ന ആയത്താണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ബാബിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ള ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായിട്ട് അബീ അംർ ശൈബാനി എന്ന താബിഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ ഒരിക്കൽ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു മസ്ഊദ് തന്റെ വീട് കാണിച്ചിട്ട്, ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ആള് ഞങ്ങളോട് ഉദ്ധരിച്ചൊരു ഹദീസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, ഏത് അമലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്? സഹാബികൾ ഇങ്ങനെ ചോദിച്ച ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം സഹാബികൾക്ക് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, അള്ളാഹുവിന് തൃപ്തി ഉണ്ടാക്കുന്നത് എന്താണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതറിയാൻ അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹദീസിൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹുബ്ബ് എന്ന വിശേഷണമുണ്ട് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. കാരണം എന്താണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് ആര് ചോദിക്കുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അള്ളാഹു ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇഷ്ടപ്പെടുക എന്ന സിഫത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ മറുപടി എന്താണ്? അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
പല ഹദീസുകളിലും ഇതേ ചോദ്യം തന്നെ വേറെ രീതിയിൽ അഫ്ളലായ കർമ്മം ഏതാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന കർമ്മം ഏതാണ്, ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ്, ചിലതിൽ നിസ്കാരം പറഞ്ഞിട്ടുണ്ടാവും, ചിലതിൽ ആദ്യം ജിഹാദ് പറഞ്ഞിട്ടുണ്ടാവും, ചിലതിൽ ആദ്യം സ്വതക്ക പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ കാണാം. എന്താണ് ഇവിടെ ഈ വ്യത്യസ്തത വരാനുള്ള കാരണം? പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നിടത്ത്, പ്രത്യേകിച്ചും ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം. ഈ ഒരു വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദിക്കുന്ന ആളുടെ വ്യത്യാസം അനുസരിച്ച് ഉത്തരങ്ങൾ മാറാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്ന സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ ചോദിക്കുന്ന ആ അവസ്ഥ അനുസരിച്ച്, ചോദിക്കുന്ന സമയം അനുസരിച്ച് അതിലെല്ലാം ഈ ഉത്തരം പറയുന്നതിൽ വ്യത്യാസം കാണാറുണ്ട്. ചിലപ്പോൾ സ്വതക്കക്ക് പ്രാധാന്യം കാണിക്കേണ്ട ഒരു സമയമാണെങ്കിൽ അവിടെ സ്വതയെ പറ്റി പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരാൾ നിസ്കാരത്തിൽ ചില വഴി കാണിക്കുന്ന ഒരാളാണെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കളോട് പുണ്യം ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാളോട് മാതാപിതാക്കളുടെ ഗൗരവത്തെ കുറിച്ച് പറയാറുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ ഈ ചോദിക്കുന്ന സാഹചര്യവും സമയവും വ്യക്തിയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഉത്തരത്തിന്റെ ഓർഡറിൽ, തർത്തീബിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ഹദീസിനെ നോക്കൂ, നമ്മൾ വായിച്ച ഹദീസിൽ അവസാനത്തിലാണ് ജിഹാദ് ഫീ സബീലില്ലാ എന്ന് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ജിഹാദ് ഏറ്റവും അവസാന പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ താഴ്ന്ന ഒരു കാര്യം എന്നാണോ? അല്ല, ജിഹാദ് എന്നുള്ളത് ഉത്തരമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ സാഹചര്യത്തിൽ പറഞ്ഞിടത്ത് ആ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഒന്നാമതായി പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നാണ്. നിസ്കാരത്തിന് ചില നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ഇവിടെ ഉദ്ദേശം നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മുഹറിന്റെ സമയത്ത് അസർ നിസ്കരിക്കാൻ പാടില്ല, മുഹറിന് നിസ്കരിക്കണം എന്നല്ല. നിസ്കാരത്തിന്റെ ആ ആദ്യ സമയത്ത് തന്നെ, ഓരോ സമയമായി കഴിഞ്ഞാൽ അതിന്റെ ആദ്യ സമയത്ത് തന്നെ ആ നിർബന്ധ നിസ്കാരങ്ങൾ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് വീണ്ടും ചോദിച്ചു പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ടാമത് ചോദിക്കുമ്പോൾ പറഞ്ഞു ബിർറുൽ വാലിദൈൻ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യമാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. അതാണ് നമ്മുടെ വിഷയം. അപ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു കൊടുത്ത കാര്യമാണ് നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മൾ പുണ്യം ചെയ്യുക എന്നുള്ളത്. അതായത് വാക്കുകൊണ്ടാണെങ്കിൽ അങ്ങനെ, പ്രവർത്തനം കൊണ്ടാണെങ്കിൽ അങ്ങനെ, സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഏതെല്ലാം തരത്തിലാണോ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നത് ആ തരത്തിലെല്ലാം നന്മ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയത്. മൂന്നാമതായി ചോദിച്ചപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ ജിഹാദ് ചെയ്യലാണ് മൂന്നാമതായിട്ട് എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യം. അവസാനത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനിയും ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ മൂന്നെണ്ണം ചോദിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഇനി ചോദിക്കാമായിരുന്നു. പക്ഷേ ഏതൊരു വ്യക്തിയോടാവട്ടെ, ഒരു ആലിമിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ ഞെരുക്കമുണ്ടാക്കിയിട്ടല്ല ചോദിക്കേണ്ടത്, ഒരു പരിധി വെക്കണം. മൂന്നെണ്ണം കേട്ടപ്പോൾ അത് നിർത്തി പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ ഹദീസിൽ ലഭിക്കുന്ന പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്. ആ ഇഷ്ടം നമുക്ക് വേണമോ? നമ്മുടെ മാതാപിതാക്കൾക്ക്, ഉമ്മാക്കും ഉപ്പാക്കും പുണ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അടുത്ത ഹദീസ് ബാബിൽ കൊടുക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റിള റബ്ബി ഫീ റിളൽ വാലിദ് വസഖതു റബ്ബി ഫീ സഖതി വാലിദ്. റിള റബ്ബി ഫീ റിളൽ വാലിദ്, അല്ലാഹുവിന്റെ തൃപ്തി എന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖതു റബ്ബി ഫീ സഖതിൽ വാലിദ്, അള്ളാഹുവിന്റെ കോപം എന്നുള്ളത് മാതാപിതാക്കളുടെ
കോപത്തിലുമാണ്. അതായത് എന്താ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഹദീസിൽ വാലിദ് എന്നാണ് വന്നിട്ടുള്ളത്. അവിടെ ഉപ്പ എന്നുള്ളതാണ് പ്രത്യേകം വന്നിട്ടുള്ളത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഉമ്മയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട് മാതാപിതാക്കൾക്ക് പൊതുവായിട്ടുള്ള കാര്യമാണ്. അവിടെ പറയുന്ന വിഷയം അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണം, അവരെ അനുസരിക്കണം, അവരെ ഇക്റാം ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള അനുസരണമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കാരണമാകും. അതുപോലെ മാതാപിതാക്കളുടെ വെറുപ്പുണ്ടാവുക എന്നുള്ളത്, അവർ നമ്മെ വെറുക്കുക, അവരുടെ കോപം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും. ഇവിടെ ശ്രദ്ധിക്കണം, അത് മഅസിയത്തിന്റെ വിഷയത്തിലാണ്. ഇപ്പൊ നമ്മുടെ ഉപ്പയും എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പറയാം, ഒരാളോട് അയാളുടെ വാപ്പയും ഉമ്മയും മദ്യപിക്കാൻ പറയാം, കള്ളുടിക്കാൻ പറയാം, അല്ലെങ്കിൽ ആ കള്ളുടിക്കാത്തതിന്റെ പേരിൽ ഉപ്പാക്കും ഉമ്മാക്കും അവരോട് വെറുപ്പാണ് വിചാരിക്കുക. അവിടെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുമോ? ഇല്ല. ഏറ്റവും അടിസ്ഥാനം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിക്കത്തില്ല, അനുസരണമല്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല. അതല്ലാത്ത രീതിയിൽ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ തൃപ്തി നേടൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യമാണ്. ആ മാതാപിതാക്കളെ വെറുപ്പിക്കുക, കോപിക്കുക, അവർക്ക് നമ്മളോട് വെറുപ്പും കോപവും ഉണ്ടാവുക എന്നുള്ളത്, അഥവാ തിന്മയിലല്ലാത്ത വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് ഹദീസുകളാണ് ആദ്യത്തെ ബാബിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബാബ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊടുക്കുന്നു, ബാബു ബിർറുൽ ഉമ്മ, ഉമ്മക്ക് പുണ്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം. അതായത് മാതാപിതാക്കളിൽ ഉമ്മക്ക് പ്രത്യേകമായിട്ട് പുണ്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം. അൻ ബഹ്ദ് ബിൻ ഹകീം അൻ അബീഹി അൻ ജദ്ദിഹി ഖുൽതു, ബഹ്ദ് ബിൻ ഹകീം എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തിന്റെ വല്യപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അബറു, ഞാൻ ആരോടാണ് ഏറ്റവും പുണ്യം ചെയ്യേണ്ടത്? ഞാൻ ഏറ്റവും പുണ്യവും നന്മയും ചെയ്യേണ്ടത് ആരോടാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്ക്, നിന്റെ ഉമ്മയോട്. ഖുൽതു മൻ അബറു, വീണ്ടും ചോദിച്ചു, ഞാൻ ആരോടാണ് പുണ്യം ചെയ്യേണ്ടത്? ഖാല ഉമ്മക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നിന്റെ ഉമ്മയോട്. ഖുൽതു മൻ അബറു, പിന്നെ ചോദിച്ചു, ഞാൻ ആരോടാണ് ഏറ്റവും പുണ്യം ചെയ്യേണ്ടത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്ക്, നിന്റെ ഉമ്മാനോടാണ്. ഖുൽതു മൻ അബറു, വീണ്ടും ചോദിച്ചു, ഞാൻ ആരോടാണ്? ഖാല അബാ, നബി റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഉപ്പയോട്. തുമ്മൽ അഖറബു ഫൽ അഖറബ്, പിന്നെ നിന്നോട് അടുത്തിട്ടുള്ള കുടുംബക്കാർ, അഥവാ സഹോദരന്മാർ, ഉപ്പാന്റെ ഉപ്പ, ഉമ്മാന്റെ ഉമ്മ, ഉപ്പ, അങ്ങനെയുള്ള അടുത്തിട്ടുള്ള കുടുംബക്കാരിലേക്കാണ് പിന്നെ പുണ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾ ധാരാളം കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഹദീസാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഹദീസാണ്. ഇവിടെ ഉമ്മയോട് പുണ്യം ചെയ്യുക എന്നുള്ളതാണ് 3 തവണ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇത് 3 തവണ. എന്തുകൊണ്ടാണ് ഉമ്മാനെ 3 തവണ പറയാനുള്ള കാരണം എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞു, വസബബു തഖദീമിൽ ഇവിടെ ഉമ്മാക്ക് ഈ മുൻഗണന കൊടുക്കാനുള്ള കാരണം കസ്റതു തഅബിഹാ അലൈഹി വശഫഖതിഹാ വഖിദ്മതിഹാ വമആനാത്തിൽ മുശാഖ് ഫി ഹംലി, ആ ഉമ്മ അനുഭവിക്കുന്ന ധാരാളം ക്ഷീണവും ബുദ്ധിമുട്ടുകളും കാരണത്താലാണ്. ഗർഭിണിയായിരിക്കുന്ന സമയം, പിന്നെ ആ പ്രസവിക്കുന്നു, പിന്നെ ആ മുലകൊടുക്കുന്നു, പിന്നെ ആവശ്യമായിട്ടുള്ള രീതിയിൽ തർബിയത്ത് കൊടുത്ത് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഏറ്റവും വലിയ ക്ഷീണം അനുഭവിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. അപ്പൊ 3 തവണ പറയാനുള്ള കാരണം 3 ക്ഷീണം ഉമ്മമാർ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ എന്താണ്? ഗർഭം ധരിക്കുക എന്നുള്ളത്. 9 മാസക്കാലം തന്റെ ശരീരത്തിൽ ഒരു ഭാരം താങ്ങി ഒരു സ്ത്രീ ജീവിക്കുന്ന കാലം. രണ്ടാമത്തെ ക്ഷീണം എന്താണ്? അത് പ്രസവിക്കുക എന്നുള്ളത്. ഒരു ഉമ്മ അനുഭവിക്കുന്നത്, ഒരു മനുഷ്യൻ തന്നെ അനുഭവിക്കുന്നതിൽ ഏറ്റവും വലിയ വേദനയും ക്ഷീണവുമുള്ള സന്ദർഭം. മൂന്നാമത്തേത് ആ കുട്ടിക്ക് മുല കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന, ആ മുലപ്പാല് കൊടുക്കുന്ന ആ സന്ദർഭം. ഈ 3 സമയവും
ഉമ്മ ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുന്ന സമയമാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു നോക്കൂ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ. ക്ഷീണത്തിന്മേൽ ക്ഷീണം അനുഭവിച്ചിട്ടാണ് ഉമ്മാക്ക് ക്ഷീണവും പിന്നെ 2 വർഷവും മുലപ്പാൽ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇവിടെ വഹ്നൻ പറഞ്ഞ ഒന്നാമത് ഗർഭം ചുമക്കുന്നതിന്റെ, അലാ വഹ്നിൻ അഥവാ പിന്നെ പ്രസവിക്കുന്നതിന്റെ, പിന്നെ പറഞ്ഞു ഫിസാലുഹു ഫി ആമൈൻ 2 കൊല്ലത്തെ മുല കൊടുക്കുന്ന സമയവും. 3 ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് കൊണ്ടാണ് 3 തവണയും ഉമ്മാനോടുള്ള ഈ പ്രാധാന്യം അറിയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് 4-മതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബാ നിന്റെ ഉപ്പാനോട് എന്ന് പറഞ്ഞു. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും ഉമ്മയും ഉപ്പയും ഒരുപോലെ കുട്ടിക്ക് തർബീയത്ത് കൊടുത്ത് വളർത്തിക്കൊണ്ട് വരേണ്ട സമയമാണ്. പിന്നെ അടുത്ത കുടുംബക്കാരോട് പറയാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഉമ്മാനോട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടും ക്ഷീണവും ഒരിക്കലും നമുക്ക് പകരം നൽകാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ബുദ്ധിമുട്ടും ക്ഷീണവും അവർ അനുഭവിച്ചത് കൊണ്ട് അവരോട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പുണ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഹദീസ് അൻ ഇബ്നു അബ്ബാസ് അന്നഹു അതാഹു റജുലുൻ ഫഖാല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം, ഒരിക്കൽ ഒരു വ്യക്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഇന്നി ഖതബ്തു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി. ഞാനൊരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, അവൾ എന്നെ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചു, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, വിസമ്മതിച്ചു. വഖതബഹാ ഗൈരി ഫഅഹബ്ബത് അൻ തൻകിഹഹു. വേറൊരാൾ വിവാഹം അന്വേഷിച്ചു, അപ്പൊ അവള് ആ വിവാഹം കഴിക്കാൻ വേണ്ടി അവൾ ഇഷ്ടപ്പെട്ടു, അവൾ എന്ത് ചെയ്തു, അതിന് തയ്യാറായി. എനിക്ക് അവളോട് ആത്മരോഷം വന്നു, ദൈവത്ത് വന്നു. അഥവാ എന്റെ വിവാഹാലോചന സമ്മതിക്കാതെ വേറൊരാളുടെ ആലോചന സമ്മതിച്ചത് കൊണ്ട് എനിക്ക് ആത്മരോഷം വന്നു. ഞാൻ അവളെ കൊന്നു, ആ ദേഷ്യത്തിന്റെ മേലെ ഞാൻ അവളെ കൊന്നു. എനിക്ക് തൗബ ഉണ്ടാവുമെന്ന് ചോദിച്ചു. എനിക്ക് തൗബയുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഖാല, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല, അപ്പൊ പറഞ്ഞില്ല, ഇല്ല, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജൽ, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. വതഖറബ് ഇലൈഹി മസ്തതഅത, നിനക്ക് സാധിക്കുന്ന രീതിയിൽ നീ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, അഥവാ നീ കഴിവിന്റെ പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ സംഭവം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന താബിഈയായിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു, അതാ ഇബ്നു യസാ. ഈ സംഭവം ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയാണ്, ഫദഹബ്തു ഫസഅൽതു ഇബ്നു അബ്ബാസ്. അപ്പൊ ഇത് കേട്ട് ആ വ്യക്തി പോയപ്പോ, വന്ന് ചോദിച്ച വ്യക്തി പോയപ്പോ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ലിമ സഅൽതഹു അൻ ഹയാതി ഉമ്മിഹി, നിങ്ങൾ എന്തിനാണ് അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചത്? എന്തൊരു കാര്യം എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താണ്? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അപ്പൊ എന്തിനാണ് ഉമ്മാന്റെ കാര്യം ചോദിച്ചത്? ഫഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ. എനിക്കറിയില്ല, എനിക്ക് ഒരു കർമ്മം അറിയില്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ ഒരു കർമ്മം എനിക്കറിയില്ല. അഥവാ ഉമ്മാക്കും ഉപ്പാക്കും, അത് പ്രത്യേകിച്ച് ഉമ്മാക്ക് ബിർരിൽ വാലിദത്തി എന്നാണ്, ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മവും എനിക്കറിയില്ല എന്ന് ഈ ഉമ്മത്തിലെ പണ്ഡിതനായിട്ടുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഈ ഹദീസിൽ അന്നഹു അതാഹു റജുലുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തി വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇത് സഹാബികളുടെ വലിയൊരു മര്യാദയാണ്. കാരണം ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തതിനെ പറ്റി പറയാനാണ് അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പല ഹദീസുകൾ നോക്കിയാലും കാണാൻ പറ്റും. ഒരു തിന്മ പറയുന്ന വിഷയത്തിലുള്ള ഹദീസുകളിൽ ആ വന്ന വ്യക്തിയുടെ പേര് സഹാബികൾ എന്ത് ചെയ്യാറില്ല, ഉദ്ധരിക്കാറില്ല. ഒരു വ്യക്തി ഒന്നേ പറയുള്ളൂ, പേര് പറയാറില്ല. കാരണം ആ സഹാബി തൗബ ചെയ്ത് മടങ്ങുന്ന ആ കാര്യമായിരിക്കും.
ആ തെറ്റ് ചെയ്തത് ഇന്ന ആളാണെന്ന് ബാക്കിയുള്ളവർ അറിയുന്നതിനെ സഹാബികൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അത് പുറത്ത് പറയാതെ മറച്ചു വെക്കാറുണ്ടായിരുന്നു. അത് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു മുഅ്മിനിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഈ വ്യക്തി ചെയ്ത തെറ്റെന്താണ്? ഈ വ്യക്തി ചെയ്തത് ഗൈബത്തിന്റെ മേലെ. ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, സമ്മതിച്ചില്ല. വേറെ പുരുഷനെ അന്വേഷിച്ചു, അതിന്റെ പേരിലുണ്ടായ ഗൈബത്ത്, ആത്മരോഷം. ഈ ഗൈബത്ത് എന്നുള്ളത് നല്ല രീതിയിലുണ്ട്, എന്നാൽ അള്ളാഹു വെറുക്കുന്ന തരത്തിലുണ്ട്. ഒരാളോട് അസൂയ തോന്നുന്ന, കൊലപാതകത്തിലേക്ക് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഗൈബത്ത് ചില ആളുകൾക്ക് ഉണ്ടാവും. അത് വലിയ അപകടമാണ്. അപ്പൊ അങ്ങനെ ഒരു ദേഷ്യത്തിൽ തന്റെ വിവാഹാലോചന നിരസിച്ച ഒരു സ്ത്രീയെ വധിച്ചു, കൊന്നു കളഞ്ഞു ഈ വ്യക്തി. എന്നിട്ടാണ് ഒരു വൻപാപമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് എനിക്ക് തൗബയുണ്ടോ ചോദിക്കുന്നത്. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നത്, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോ ആ ചോദിക്കാനുള്ള കാരണം എന്താണ്? ഏതൊരു വൻപാപാണെങ്കിലും തൗബ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയൊരു കാരണം എന്താണ്? ഉമ്മാക്ക് പുണ്യം ചെയ്യില്ല. ബാക്കിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പില്ല പറഞ്ഞപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ പറഞ്ഞത്. പക്ഷേ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്, അതിനേക്കാൾ എനിക്കൊരു കർമ്മ അറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ ചില പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ഒന്ന്, എന്ത് വലിയ പാപമാണെങ്കിലും നമ്മളിൽ സംഭവിച്ചു പോയതാണെങ്കിലും തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു എന്ത് ചെയ്യും? ആ തൗബ സ്വീകരിക്കും. ഒരിക്കലും പാപത്തിൽ മുഴുകുക എന്നല്ല, തൗബ ചെയ്ത് തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്, ആ തൗബ ചെയ്ത് മടങ്ങുന്നതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുക എന്നുള്ളത് തൗബ ചെയ്യുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തേത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിലേക്ക് നമ്മെ ഏറ്റവും അടുപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സഹോദരൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് നേരിട്ടിട്ട് ആ പുണ്യം ചെയ്യാൻ പറ്റുള്ളൂ. പല ആളുകൾക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഉമ്മ ജീവിച്ചിരിക്കുമ്പോ അവർ വേറെ പല തിരക്കിലൊക്കെ മുഴുകും. ഉമ്മാനെ പോയി ഒന്ന് സന്ദർശിക്കാനോ ഉമ്മാക്ക് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാനോ അതിനൊന്നും അവർക്ക് എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. പക്ഷെ ഉമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് ആലോചിക്കുക, അത് ചെയ്താൽ മതിയായിരുന്നു, ഉമ്മാക്ക് യാതൊരു നന്മയും ചെയ്തില്ലല്ലോ, ഇതൊരു ദുഃഖം ഉണ്ടാവുക. അത് വലിയ അപകടമാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മ, എന്താണോ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ തരത്തിലാണോ അവർക്ക് പുണ്യം ചെയ്യാൻ സാധിക്കുക, അത് ചെയ്യുക. അത് മഹത്തായ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരും, വലിയ ബർക്കത്ത് നമുക്ക് ഉണ്ടാക്കിത്തരും. പല ആളുകളും തലപ്പുകളിൽ ചില ഉദ്ദേശിച്ച് കാണാൻ സാധിക്കും, അദ്ദേഹം അറിവ് നേടാൻ വേണ്ടി, നിർബന്ധമായതല്ല, കൂടുതൽ അറിവ് നേടാൻ വേണ്ടി വേറെ ചില നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഉമ്മാനോട് പോയി അനുവാദം ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു പോണ്ടാന്ന് പറഞ്ഞു, നീ ഇവിടെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തി അദ്ദേഹം പറയാണ്, ഞാൻ പോയില്ല, ഞാൻ എന്റെ ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്ത് അവിടെ നിന്നു. എന്നിട്ട് പറയാം, എന്റെ ഒപ്പം പോയ ബാക്കിയുള്ളവരെക്കാൾ ഇൽമിന്റെ ബറക്കത്ത്, ഇൽമ മനസ്സിലാക്കാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകി ആ ഉമ്മാക്ക് പുണ്യം ചെയ്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞത് കാണാം. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉവൈസ് ഇബ്നു ആമിർ അൽ-ഖർനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ചരിത്രം അറിയില്ല എങ്കിൽ ആ ചരിത്രം നമ്മൾ കേൾക്കണം. ഒരൊറ്റ കാരണമാണ്, അദ്ദേഹത്തെ പറ്റി തലപ്പുകൾ പറഞ്ഞ കാരണമാണ്, ഒറ്റ കാരണമാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ-ഖർനിക്ക് സഹാബിയാകാൻ അവസരം നഷ്ടപ്പെട്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യമനിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ആര്? ഉവൈസ് ഇബ്നു ആമിർ അൽ-ഖർനി എന്ന് പറയുന്ന വ്യക്തി. ഉവൈസ് ഇബ്നു ആമിറിനെ ഒന്ന് യാത്ര ചെയ്ത് മദീനക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിമിഷം കണ്ടാൽ മതി, ഒരു തവണ കണ്ടാൽ മതി, ദറജ എന്തായി? സഹാബിയായി. പക്ഷേ ആ വരുന്നതിന് തടസ്സമായ കാര്യം ഉവൈസ് ഇബ്നു ആമിർ അൽ-ഖർനിക്ക് ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാനെ നോക്കാൻ വേറെ ആരുണ്ടാവില്ല. അതുകൊണ്ട് ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് പോവാതെ അവിടെ നിന്നത്. നിങ്ങൾക്കറിയോ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി കിട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവോടും അലി റളിയല്ലാഹു അൻഹുവോടും പറയാണ്, യമനിൽ നിന്ന് ഖർന് ഗോത്രത്തിൽപ്പെട്ട ഉവൈസ് എന്നൊരു വ്യക്തി വരുമ്പോ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിക്കോളി പറഞ്ഞു. ഉവൈസിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിക്കോളി എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോടും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം യമനിൽ നിന്ന് ഹജ്ജിനോ മറ്റോ ഉംറക്കൊക്കെ ആളുകൾ വരുമ്പോ അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുണ്ടോ? അപ്പൊ ഒരു വട്ടം പിന്നെ യമനിൽ നിന്ന് വന്നപ്പോ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ഉവൈസുണ്ടോ, കർണ ഗോത്രത്തിൽപ്പെട്ട ഉവൈസുണ്ടോ പറഞ്ഞപ്പോ അവൻ ഞങ്ങളുടെ ഒട്ടകത്തിനൊക്കെ കെട്ടാൻ വേണ്ടി അവിടെ ഉണ്ട് പറഞ്ഞു. കാരണം അവരുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനത്തൊന്നും കൊടുത്തിട്ടില്ല ആൾക്ക്. ഒട്ടകത്തിനൊക്കെ കെട്ടുന്ന ആ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങളാണോ ഉവൈസ് എന്ന് ചോദിച്ചിട്ട് അത് ഒഴിഞ്ഞു മാറി. ഉവൈസ് ഇബ്നു അമർക്ക് അതിന്റെ ഒരു പ്രത്യേകത വലിയായിരുന്നു, അള്ളാഹുവിന്റെ വലിയപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു നാട്ടിൽ ജീവിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിന്റെ വലിയാണ്, മുസ്തജാബ് ദുആ ആണെന്ന് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് പോയി വേറെ നാട്ടിൽ പോകുമായിരുന്നു. അപ്പൊ ആദ്യം ഒഴിഞ്ഞു മാറി. രണ്ടാമത് ഉറപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തേടിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ തേടുന്നതാണ് ഉണ്ടായത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ ഉമ്മാക്ക് പുണ്യം ചെയ്തതിന്റെ പേരിൽ ആ ഒരു വ്യക്തിയുടെ ദറജ എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രേഷ്ഠമാണ്. ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൻപാപം ചെയ്ത് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ പരിശ്രമിക്കുക. അടുത്ത ബാബു ബിർറിൽ അബ്, ഉപ്പാക്ക് പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തന്നെ അർത്ഥത്തിൽ വരുന്ന വേറെ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖീല യാ റസൂലല്ലാഹ് മൻ അബർ, ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ആരോടാണ് പുണ്യം ചെയ്യേണ്ടത്? 3 തവണ ഉമ്മ എന്ന് പറഞ്ഞു. 4ാമത്തേത് ചോദിച്ചപ്പോൾ അബ, നിന്റെ ഉപ്പ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 3 തവണ ഉമ്മ എന്ന് പറയാനുള്ള കാരണം ഉമ്മ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഉപ്പാനോടും 4ാമത്തെ പറയാനുള്ള കാരണം പിന്നീട് അങ്ങോട്ട് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ആവശ്യമായ രീതിയിലുള്ള ചിലവുകളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും എല്ലാം നോക്കുന്നത് ഉപ്പയാണ്. അതുകൊണ്ട് തന്നെ ആ പിന്നെ ഉപ്പാക്ക് പുണ്യം ചെയ്യലും അതിന്റെ ഭാഗമാണ് എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. 4ാമത്തെ ബാബ് ഇമാം ബുഖാരി കിതാബിൽ കൊടുക്കുന്നത് ബാബു ലീനിൽ കലാമി ലിവാലിദൈഹി, മാതാപിതാക്കളോട് സംസാരം മൃദുലമാക്കുന്നത്. അഥവാ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അത് ലോലമായ ശബ്ദത്തിലും മൃദുലമായിട്ടും സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. عن تيسلة بن مياس رحمه الله قال تيسلة رحمه الله അദ്ദേഹം كنت مع النجدات, അദ്ദേഹം പറയുന്നത് നജ്ദാത്തിന്റെ കൂടെയായിരുന്നു. നജ്ദാത്ത് എന്നുള്ള ഉദ്ദേശം ഇവിടെ ഖവാരിജികളാണ്. അഥവാ പാപങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ വൻപാപങ്ങൾ സംഭവിച്ചു പോയാൽ അവരെ മുശ്രിക്കും കാഫിറാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് ഖവാരിജികൾ. അപ്പൊ ഞാൻ ഖവാരിജികളുടെ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരെന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് വൻപാപമായി അവർ കണക്കൂട്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ചെറിയ പാപങ്ങൾ തന്നെ ചെയ്താൽ അത് വൻപാപമായിട്ട് അവർ കണക്കൂട്ടാറുണ്ട്. അഥവാ ഖവാരിജികളുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വൻപാപം ചെയ്തവരെ കാഫിറാക്കും, ചെറിയ പാപങ്ങളാണെങ്കിലും അതിലെ വൻപാപങ്ങളായി കാണിക്കും. അങ്ങനെ ഗൗരവമുള്ള ഭയങ്കര കണിശത, ഗൗരവം കാണിച്ചത് ഗുരുവ് കാണിച്ചിരുന്ന ആളുകളാണ്. ഇബ്നു ഉമർ, അങ്ങനെ അദ്ദേഹം അതൊക്കെ ഒഴിവായി വന്നിട്ട് ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ വൻപാപമായിട്ടാണ് കണക്കൂട്ടിയിരുന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇബ്നു ഉമർ ചോദിച്ചു, എന്താണ്, ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്ന പാപങ്ങൾ? മാഹിയ ഖുൽതു കദാ വകദാ, ഈ വ്യക്തി പറഞ്ഞു ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസത് ഹാദിഹി മിനൽ കബായിർ, ഈ പറഞ്ഞൊന്നും എന്തല്ല, വൻപാപത്തിൽപ്പെട്ട കാര്യമല്ല. ഈ പറഞ്ഞൊന്നും വൻപാപത്തിൽപ്പെട്ട കാര്യമല്ല. ഹുന്ന തിസ്ഉൻ, വൻപാപങ്ങൾ 9 എണ്ണാണെന്ന് പറഞ്ഞു. വൻപാപങ്ങൾ 9 എണ്ണാണെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ പറഞ്ഞു. രണ്ടാമത്തേത് വഖാത്തുലു നസമത്, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ കൊല്ലലാണെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ഫിറാറു മിനൽ സഹഫ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണെന്ന് പറഞ്ഞു. നാലാമത്തേത് വഖദ്ഫുൽ മുഹ്സന, ചാരിത്രശുദ്ധിയുള്ള സ്ത്രീയെ കുറിച്ച് ആരോപണം ഉന്നയിക്കലാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് വാക്കിലു റിബ, പലിശ തിന്നലാണെന്ന് പറഞ്ഞു. വാക്കിലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കലാണെന്ന് പറഞ്ഞു. വഇൽഹാദു ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വെച്ച് ദുൽമ പ്രവർത്തിക്കുക, എന്തെങ്കിലും പാപങ്ങൾ അക്രമങ്ങൾ ചെയ്യുക. അടുത്തത് പറഞ്ഞു വല്ലദീ യസ്തസ്ഖിറു,
രണ്ടർത്ഥമുണ്ട്. ഒന്ന് കളിയാക്കുക എന്നുള്ള അർത്ഥമുണ്ട്, രണ്ട് പ്രതിഫലം കൊടുക്കാതെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. വിശദീകരിക്കാം. അവസാനത്ത് പറഞ്ഞു മാതാപിതാക്കളെ ഉപദ്രവിച്ചുകൊണ്ട് അവർ കരയലാണ്. അഥവാ ഒരു മകന്റെ ഉപദ്രവം കൊണ്ട് മാതാപിതാക്കൾ കരയലാണെന്ന് പറഞ്ഞു. ഖാലനി ഇബ്നു ഉമർ, എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കും പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, അതഫ്റഖു മിനൻ നാരി വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന, നീ നരകത്തിനെ ഭയപ്പെടുന്നുണ്ടോ, നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിച്ചു. ഖുൽതു ഈ വല്ലാഹി, അത് അല്ലാഹു ആണ് ഉണ്ട്. ഖാല, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹയ്യൻ വാലിദാൻ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖുൽതു ഇൻദി ഉമ്മി, എന്റെ അടുക്കൽ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലാഹു ആണ്, ലൗ അലൻത ലഹൽ കലാം, നീ ആ ഉമ്മാനോട് ഏറ്റവും മൃദുലമായ സംസാരം സംസാരിക്കുകയും വഅതഅംതഹ തആം, നീ ആ ഉമ്മാനെ ഭക്ഷിപ്പിക്കുകയും ചെയ്താൽ ലതദ്ഖുലന്നൽ ജന്നത മജ്തനബ്തൽ കബായിർ, വൻപാപങ്ങൾ നീ ഒഴിവാക്കി കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസും നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചിട്ടുള്ള സ്വഹാബികൾ, ആ സ്വഹാബികളിൽ തന്നെയും ഇൽമിന്റെ വിഷയത്തിൽ ശ്രേഷ്ഠരായിരുന്ന ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ പോലെയുള്ള സ്വഹാബികളാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത്രയും ഗൗരവമുള്ള കാര്യമാണത്. കാരണം സഹാബികൾ മനസ്സിലാക്കിയതാണ് യഥാർത്ഥ ദീൻ. അപ്പൊ അത്ര ഗൗരവത്തിൽ ആ കാര്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ വന്ന കാര്യങ്ങൾ എന്താണ്? ഒന്ന് ആയത്തിൽ പറഞ്ഞു, ഖവാരിജികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വ്യക്തി പറയാണ്, ചെറിയ തിന്മകൾ പോലും വൻപാപങ്ങളായി എണ്ണിയിരുന്നു. അപ്പൊ അതൊക്കെ വൻപാപമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സഹാബിയുടെ അടുക്കൽ വരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ബാക്കിയുള്ളതും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ട്? കാരണം ഖവാരിജികൾ എന്നിവർ പിഴച്ചു പോയതെന്ന് എവിടെയാണ്? സഹാബികൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനിനെയോ ഹദീസിനെയോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിന്റെ നേരായ ദീനിൽ നിന്ന് തെറിച്ചു പോയ ആദ്യത്തെ വിഭാഗമായി ഖവാരിജികൾ ഉണ്ടായിട്ടുള്ളത്. ഖവാരിജികൾ ഉണ്ടായത് എങ്ങനെയാണ്? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്നുള്ള ആയത്തിനെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ഒരു സഹാബി പോലും ആ കൂട്ടത്തിൽ ഇല്ലാതെ അവരെന്താക്കി? അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹു പോലെയുള്ളവരെ കാഫിറുകളാക്കി ഭരണാധികാരിക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അപ്പോ ഏറ്റവും ശരിയായ ദീന് മനസ്സിലാക്കണമെങ്കിൽ ആരിൽ മനസ്സിലാക്കണം? സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ന തെറ്റുകൾ ഞങ്ങൾ വൻപാപമായി കണ്ടു, അത് വൻപാപാണോ എന്ന് ആരെടുത്ത് വന്ന് ചോദിക്കുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്. അപ്പൊ ദീനിന്റെ ഏത് വിഷയമാവട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്ന ദീനിന്റെ ഏത് വിഷയമാവട്ടെ, നമ്മൾ മടക്കേണ്ടത് ആ ഖുർആനിനെയും ഹദീസിനെയും, ആ വിഷയത്തിലുള്ള ആയത്തിനെയും ഹദീസിനെയും സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നർത്ഥമാണ്. അത് മാത്രമേ ശരിയാവുള്ളൂ. അപ്പൊ എന്താണ്ടായത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസത് ഹാദിഹി മിനൽ കബായിർ, ഈ പറഞ്ഞതൊന്നും വൻപാപത്തിൽപ്പെട്ടതല്ല. അതായത് ആ ആളുകൾ വൻപാപമാണെന്ന് കരുതിയ കാര്യങ്ങൾ ആ സ്വഹാബി പറയാണ്, ഇതൊന്നും വൻപാപത്തിൽപ്പെട്ട കാര്യമല്ല, വൻപാപത്തിൽപ്പെട്ട കാര്യങ്ങൾ 9 എണ്ണമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ എന്താണ്? അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക, അല്ലെങ്കിൽ അതിൽ അള്ളാഹുവിനോട് സമനാക്കുക, അതാണ് ശിർക്ക്. നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്, നമ്മുടെ ബാബിൽ അല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തേത് വഖാത്തിലു നസമ. നസമ എന്നുള്ളത് നഫ്സ് എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയുടെ ജീവൻ, റൂഹ് എന്നുള്ള അർത്ഥത്തിലാണ് ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്. ശിർക്കിന് ശേഷം ഏറ്റവും ഗൗരവമുള്ള കുറ്റമാണ് കൊലപാതകം എന്നത്. മൂന്നാമത്തേത് ഫിറാറു മിനൽ സഹബ്, യുദ്ധ സന്ദർഭത്തിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന് തിരിഞ്ഞോടുക എന്നുള്ളത്. അത് വേറെ എന്തെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ തിരിഞ്ഞോടുന്നത് തെറ്റില്ല. അതല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് തിരിഞ്ഞോടുക എന്നുള്ളത് വൻപാപത്തിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. അടുത്തത് പറഞ്ഞു ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വിവാഹിതയോ അവിവാഹിതയോ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മേലെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു പുരുഷനാണെങ്കിലും ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ആ സ്ത്രീയുടെ മേലെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഗൗരവമുള്ള തിന്മയാണ്.
അടുത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വാക്കുലു ജിബ വാക്കുലു മാലിൽ യതീം, പലിശ തിന്നുക, ഹറാമായിട്ടുള്ള പലിശയുടെ സമ്പത്ത് തിന്നുക. അതുപോലെ തന്നെ യതീമിന്റെ സമ്പത്ത് അതിന്റെ മേൽനോട്ടം നൽകപ്പെട്ടിട്ടുള്ള ഒരാൾ അയാൾക്ക് അവകാശപ്പെട്ടത് എടുക്കാം, അയാളത് ചെയ്യുന്നതിനൊരു വരുമാന ശമ്പളം എടുക്കാം, അതിനപ്പുറത്തേക്ക് യതീമിന്റെ സമ്പത്ത് എടുക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ്. പിന്നെ പറഞ്ഞ കാര്യം ഇൽഹാദുൻ ഫിൽ മസ്ജിദ്, മസ്ജിദിലെ ഇൽഹാദ് അഥവാ മസ്ജിദിൽ വെച്ച് ഒരു ദുൽമ്, ഒരു അക്രമം ചെയ്യുക, അല്ലെങ്കിൽ പാപം ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ ഗൗരവമുള്ള അതിര് കടക്കുന്ന കാര്യങ്ങൾ മസ്ജിദിൽ വെച്ച് ചെയ്യുക എന്നുള്ളത് ഗൗരവമുള്ള കുറ്റമാണ്. അടുത്ത് പറഞ്ഞു വല്ലതി യസ്തസ്ഖിറു, യസ്തസ്ഖിറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൂലി കൊടുക്കേണ്ടതാണ്, പക്ഷെ കൂലി കൊടുക്കാതെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അയാളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് യസ്തസ്ഖിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് അവകാശപ്പെട്ട കൂലി നൽകാതെ ചെയ്യുക, കളിയാക്കുക എന്നുള്ള അർത്ഥവും അതിനുണ്ട്. പക്ഷെ കൂടുതൽ യോജിച്ചത് കൂലി നൽകാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനത്തിലാണ് പറഞ്ഞു മാതാപിതാക്കളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ, അവർക്ക് ഞെരുക്കമുണ്ടാക്കിയതിന്റെ പേരിൽ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്നുള്ളത് വൻപാപത്തിലാണ് എണ്ണീട്ടുള്ളത്. വൻപാപമാണ്, ഗൗരവത്തിലുള്ള തെറ്റായിട്ടാണ് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാരണം നമ്മുടെ ഉമ്മയോ ഉപ്പയോ കരയുന്നുണ്ടെങ്കിൽ, വേദനിച്ചതിന്റെ പേരിൽ കരയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വൻപാപം ചെയ്യുന്നതാണ്, അത് വൻപാപമായിട്ടാണ് എണ്ണീട്ടുള്ളത്. അതുകൊണ്ട് ഗൗരവത്തിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇബ്നു റളിയല്ലാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് നരകത്തിൽ രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ലൗ അലൈത ലഹൽ കലാം, ഉമ്മയുപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചപ്പോ ഉമ്മയുണ്ട് പറഞ്ഞു, മൃദുലമായി സംസാരിക്കുക, അവരോട് ലോലമായി സംസാരിക്കുക, ശബ്ദം താഴ്ത്തി ബഹുമാനത്തോടുകൂടി അവരോട് സംസാരിക്കുക. രണ്ടാമത്തേത് പറഞ്ഞു അവരെ ഭക്ഷിപ്പിക്കുക, അവർക്ക് ഭക്ഷണമായി കൊടുക്കുക, അവർക്ക് അവരുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, ഭക്ഷിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ മൻപാപം നീ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും, അറബി ഭാഷയിൽ തെക്കീസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, നീ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ടത് ഒന്ന്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക, നമ്മൾ കാരണം അവർ കരയുക എന്നുള്ളത് വൻപാപമാണ്. രണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മാതാപിതാക്കളോട് ലോലമായി മൃദുലമായി ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക എന്നത്, രണ്ട്, അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം അവർക്ക് നൽകുക എന്നുള്ളത്. ചില സഹാബികളുടെ റിവായത്തുകൾ കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു എന്റെ ഓർമ്മ, ഒരു സഹാബി അദ്ദേഹത്തിന്റെ ഉമ്മ ഈന്തപ്പനയുടെ നടുവിലുണ്ടാകുന്ന ഒരു കാമ്പ് പോലത്തെ കാര്യമുണ്ട്. അപ്പൊ അത് തിന്നാൻ ആഗ്രഹിച്ചപ്പോ ഈന്തപ്പന കുലക്കാനായിട്ടുള്ള ഒരു ഈന്തപ്പന മുറിച്ചിട്ട് അത് ഉമ്മാക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ബാക്കിയുള്ളവർ ചോദിച്ചു, എന്തിനാണ് മുറിച്ചതിന് കായ് നൽകാൻ നിൽക്കണമായിരുന്നില്ലേ? അപ്പൊ എന്റെ ഉമ്മ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്തായാലും അത് ചെയ്തു കൊടുക്കും എന്ന് പറയുകയുണ്ടായി. ബാക്കി അടുത്ത ദിവസം നിൽക്കാം. استغفرك واتوب اليك. صلى الله عليه وسلم.